നമസ്കാരം. നിറങ്ങളുടെ ആഘോഷമായ ഹോളിയുടെ നിറവിലാണ് ഇപ്പോൾ ലോകം മുഴുവനും. പൂർണിമ പൗർണമിയുടെ സന്ധ്യയിലാണ് ഹോളി ആഘോഷിക്കപ്പെടുന്നത്. ഹിന്ദു പുരാണങ്ങളിൽ ഹോളികയുടെ കൊല എന്നാണ് ഹോളി അറിയപ്പെടുന്നത്. പ്രഹ്ലാദൻ തന്റെ പിതാവായ ഹിരണ്യകശിപുവിന്റെ കൽപ്പനകൾ നിരസിക്കുകയും മഹാവിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഹിരണ്യകശിപു അവനെ കൊല്ലാൻ അവളുടെ സഹോദരിയായ ഹോളികയുടെ സഹായം സ്വീകരിച്ചതായി പുരാണങ്ങൾ പറയുന്നു. എന്നാൽ ഈ ആഘോഷത്തെ അപകീർത്തിപ്പെടുത്താൻ ഇപ്പോൾ പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അവർക്കൊക്കെ കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഹോളിയുടെ നിറങ്ങൾ ഇഷ്ടമല്ലാത്തവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹോളി ആഘോഷവേളയിൽ സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സാംബാൽ കോട്വാലി പോലീസ് സ്റ്റേഷൻ സമാധാന സമിതിയുടെ യോഗം നടന്നു. നിറങ്ങളും ഇത്തരത്തിലുള്ള ഹൈന്ദവ ആഘോഷങ്ങളും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹോളി ദിനത്തിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് സംഭാൽ സർക്കിൾ ഓഫീസർ അനുജ് ചൗധരി മതമൗലികവാദികളോട് ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായ ആളുകൾക്ക് നേരെ നിറങ്ങൾ എറിയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വർഷം മാർച്ച് 14 വെള്ളിയാഴ്ചയാണ് ഹോളി ആഘോഷിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിങ്ങൾ ജുമാ നിസ്കാരം നടത്തുന്നു. അതേസമയം ഹോളി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങൾ വർഷം മുഴുവൻ ഈദിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ ഹിന്ദുക്കളും ഹോളിക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഹോളി നിറങ്ങൾ കാരണം തന്റെ മതം ദുഷിക്കപ്പെടുമെന്ന് മുസ്ലിം സമുദായത്തിലെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഹോളി ദിനത്തിൽ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഹോളി ആഘോഷം നടക്കുന്നത് പലതരത്തിലാണ്. നിറങ്ങൾ കൊണ്ടുള്ള ആഘോഷം കൂടാതെ ഈ ദിവസം ആളുകൾ മധുരം നിറഞ്ഞതും സ്വാദിഷ്ടവുമായ പലഹാരങ്ങൾ കഴിക്കുകയും പങ്കുവെക്കുകയും ചെയ്യും. പരമ്പരാഗതമായ തണ്ടായി, ഗുഞ്ചിയ, മാൽപുവ, പുരാൽപോളി, ഫാഗ് എന്നിവ ഹോളി സമയത്തെ സാധാരണ പാനീയങ്ങളായും ഭക്ഷണങ്ങളായും ഉത്തരേന്ത്യയിൽ പങ്കുവെക്കപ്പെടുന്നു. ഹോളിയിൽ വളരെ പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് മധുര. മധുര ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായി അറിയപ്പെടുന്നതിനാൽ മഹത്തായ ഹോളി ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ മധുരയിലെത്താറുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ആളുകൾ പൂക്കളും നിറങ്ങളും ഉപയോഗിച്ച് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ലാത് ഹോളി ആഘോഷിക്കുന്ന ബർസാനയാണ് മറ്റൊരു പ്രശസ്തമായ സ്ഥലം. കൂടാതെ ദക്ഷിണേന്ത്യയിൽ ആളുകൾ ഹോളിയിൽ സ്നേഹത്തിന്റെ ദൈവമായ കാമദേവനെ ആരാധിക്കുന്നു. പഞ്ചാബിൽ ഹോളി മൊഹല്ല എന്ന പേരിലാണ് ആഘോഷം. ഈ ദിവസം ആളുകൾ അവരുടെ ആയോധന കലകൾ ആളുകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കും. രാജസ്ഥാൻ നഗരമായ ഉദയ്പൂരിലെ ഹോളി ആഘോഷങ്ങളും ലോക പ്രശസ്തമാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.